ഹലോ ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. So question 1, the dash protocol is used for updating the main memory when a word is removed from the cache memory. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വേർഡ് ക്യാഷ് മെമ്മറിന്ന് റിമൂവ് ചെയ്തതിനു ശേഷമാണ് മെയിൻ മെമ്മറി അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെ? അതിനർത്ഥം എന്താ? മെയിൻ മെമ്മറിയും ക്യാഷ് മെമ്മറിയും സൈമൾട്ടേനിയസ് ആയിട്ടല്ല അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഓപ്ഷൻസ് നോക്കിയേ. റൈറ്റ് ത്രൂ, ക്യാഷ് ഹിറ്റ്, റൈറ്റ് ബാക്ക്, പ്രൊട്ടക്റ്റഡ് റൈറ്റ്. എന്താ റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ? റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയും ക്യാഷ് മെമ്മറിയും സൈമൾട്ടേനിയസ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് ഹിറ്റോ? നമ്മൾ നോക്കുന്ന വേർഡ് ക്യാഷിൽ പ്രസന്റ് ആണെങ്കിൽ അത് ഹിറ്റ് ആണ്, അതല്ലെങ്കിൽ അതൊരു മിസ്സാണ്, അല്ലെ? ഇനി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ ആദ്യം റൈറ്റ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിലേക്കാണ്, അതിനുശേഷം പിന്നെയാണ് മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്? ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഒരു വേർഡ് റിമൂവ് ചെയ്യുമ്പോഴാണ് മെയിൻ മെമ്മറി അപ്ഡേറ്റ് ആവുന്നതെന്നാണ് പറഞ്ഞത്, അല്ലെ? അതപ്പോ എന്തിന് ഈക്വലന്റാ? റൈറ്റ് ബാക്കിന്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ബാക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. ഈ റൈറ്റ് ബാക്കിന് വേറെ ഒരു നെയിമും കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോപ്പി ബാക്ക് എന്ന് പറയാ. കോപ്പി ബാക്ക് എന്ന് പറഞ്ഞാലും അത് റൈറ്റ് ബാക്ക് ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ഡിഫേർഡ് എന്ന് പറയാം. റൈറ്റ് ഡിഫേർഡ്. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ. പ്രൊട്ടക്റ്റഡ് റൈറ്റ്. പ്രൊട്ടക്റ്റഡ് റൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു സ്റ്റോറേജ് ഡിവൈസിലേക്ക് റൈറ്റ് ഓപ്പറേഷൻ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രൊട്ടക്റ്റഡ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. Question 2, the operation of reading instructions from memory is called instruction cycle, memory write cycle, memory read cycle, fetch cycle. ഏതാ വരിക? മെമ്മറിന്ന് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുക എന്നുള്ളത് ഫെച്ച് സൈക്കിൾ ആണ്, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. എന്താ മെമ്മറി റൈറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? മെമ്മറി റൈറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റാ ബൈറ്റ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക. മെമ്മറി റീഡ് സൈക്കിളിൽ എന്താ നടക്കുന്നത്? ഒരു ഡാറ്റാ ബൈറ്റ് മെമ്മറിന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന മെമ്മറിന്ന് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ മെമ്മറിന്ന് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നത് ഫെച്ച് സൈക്കിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. തേർഡ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ബഫറിംഗ് ഡാറ്റ into the disk area for the later use by a slower peripheral device. Caching, spooling, swapping, trashing. ഏതാ വരിക? നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ആൻസർ? എന്താ കാഷിംഗ് എന്ന് പറഞ്ഞാൽ? കാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാഷിംഗ് എന്ന് പറയുന്നത്, അല്ലെ? സ്പൂളിംഗ് എന്താ? സ്പൂളിംഗ് എന്ന് പറയുന്ന ഒരു പെരിഫറൽ ഡിവൈസിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ ബഫറിൽ ഹോൾഡ് ചെയ്യുക, അല്ലെ? ഒരു ടെമ്പററി സ്റ്റോറേജിൽ ഹോൾഡ് ചെയ്യുക, അതാണ് സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു സ്ലോവർ പെരിഫറൽ ഡിവൈസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റേനെ ഒരു ഡിസ്ക് ഏരിയയിൽ സ്റ്റോർ ചെയ്യുക, അല്ലെ? നമ്മളൊരു പ്രിന്ററിന്റെ എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രിന്ററിന് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കുന്നു, അല്ലെ? അപ്പൊ പ്രിന്ററിന്റെ ബഫറിലാണ് ഇത് സ്റ്റോർ ആവുക. ഓക്കെ, ആ ബഫറിൽ എപ്പോഴാണോ പ്രിന്റർ ഫ്രീ ആവുന്നത് അപ്പൊ ബഫറിന് ഡാറ്റ എടുത്തിട്ട് പ്രിന്റ് ചെയ്യും, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പൂളിംഗ് എന്ന് പറയുക. അടുത്തത് സ്വാപ്പിംഗ്. എന്താ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിന്റെ ഇടയിലുള്ള ആ ഡാറ്റ ട്രാൻസ്ഫർ ആണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സസീവ് സ്വാപ്പിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ട്രാഷിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ. അല്ലെങ്കിൽ എക്സസീവ് പേജിംഗ് കൊണ്ട് ആണ് ത്രാഷിംഗ് ഉണ്ടാവുന്നതെന്ന് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ എന്താ വരും? സ്പൂളിംഗ് ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 4, the eighth complement of the number 240s. 240 എന്ന നമ്പറിന്റെ എയ്റ്റ്സ് കോംപ്ലിമെന്റ് എന്താ? എങ്ങനെ എയ്റ്റ്സ് കോംപ്ലിമെന്റ് കാണുക? എയ്റ്റ്സ് കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സെവൻസ് കോംപ്ലിമെന്റ് പ്ലസ് 1 ചെയ്താൽ മതി, അല്ലെ? പ്ലസ് 1. എങ്ങനെയാ സെവൻസ് കോംപ്ലിമെന്റ് കാണുക? ഇതിലെ ഈ സെവൻസ് കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 777, ആ 0 to 7 ആണ്
എയ്റ്റ്സ് കോംപ്ലിമെന്റിൽ വരുന്നത് അല്ലെ. അതിന്റെ ഏറ്റവും ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 777 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 240 മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 537 എന്ന് കിട്ടും. ഓക്കെ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 7 + 1 8 ആണ്. പക്ഷെ ഇവിടെ 0 to 7 വരെയുള്ള നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 7 + 1 എന്ന് പറയുന്നത് 7 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്, 0ലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോ 7 + 1 എന്ന് പറയുന്ന 0 വരും, 1 ക്യാരി. അപ്പൊ 3 + 1 എന്ന് പറയുന്ന 4, 5. ഓക്കെ, 540. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്താ? 540 ആണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 640ന്റെ എയ്റ്റ്സ് കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? ഇതേപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പറിൽ ലാർജസ്റ്റ് നമ്പർ 777 ആണ് ഈ സിസ്റ്റത്തില്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 640നെ മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 163 കിട്ടും അല്ലെ. 163 + 1 എത്രയാ? 3 + 1 4 ആണ്. അത് 0 to 7ന്റെ ഉള്ളിൽ വരുന്നതാണ് 61. അപ്പൊ അത് നമുക്ക് എന്ത് എഴുതാം? 164 എന്ന് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ 7 + 1 എന്ന് പറയുന്ന 8 ആണ്. പക്ഷെ ഈ 8 എന്ന് പറയുന്ന ഈ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതല്ല. 0 to 7 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ 7 കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്ക് തന്നെ പോകണം? 0ലേക്ക് തന്നെ പോകണം അല്ലെ. അപ്പൊ 7 + 1 എന്ന് പറഞ്ഞാൽ 0, 1 ക്യാരി, 3 + 1 4, 5. അങ്ങനെയാണ് 540 കിട്ടിയത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് that can be represented with an n-bit binary integer in signed ones complement form? ഓക്കെ, ഈ ഓപ്ഷൻസ് നോക്കിയേ. ഏതാണ് സൈൻഡ് വൺസ് കോംപ്ലിമെന്റില്? ഓപ്ഷൻ എ ആണ് വൺസ് കോംപ്ലിമെന്റ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് 4-bit നമ്പറിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. വൺസ് കോംപ്ലിമെന്റിന്റെ റേഞ്ച് എങ്ങനെ കാണും? എന്നിന്റെ വാല്യൂ 4 ആയിട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ -2 എന്ത് വരും? 2 4 - 1 എന്ന് പറഞ്ഞാൽ 3. 3 - 1 2 +2 3 - 1 അത് എത്ര വരും? -7 to 7 ആണ്. ഓക്കെ, അപ്പോ എനിക്ക് -6 4 ബിറ്റില് -6നെ റെപ്രസെന്റ് ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എനിക്ക് -6ന്റെ വൺസ് കോംപ്ലിമെന്റ് കാണണം. വൺസ് കോംപ്ലിമെന്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ വരണം. ഓക്കെ, -6 യൂസിങ് 4 ബിറ്റ് വെച്ചിട്ട് ഞാൻ -6നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 6 എന്ന് പറഞ്ഞാൽ 110 ആണ് അല്ലെ. നെഗറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റിനുള്ളതാണ്. അപ്പൊ 1 വരും. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ത് വരും? സൈൻ ബിറ്റ് അങ്ങനെ തന്നെ എഴുതും, ബാക്കിയുള്ളത് 001 വരും. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ ഡിവിഷൻ ഓപ്പറേഷൻ ഓഫ് എ നമ്പർ 110.01101 by 1.01 gives. ഇത് ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് അത് ഡിവിഷൻ പെർഫോം ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിന് ഡെസിമലിലേക്ക് മാറ്റുക. 2 നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റിയിട്ട് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇത് എത്രയാ? 6 ആണ് അല്ലെ. ഇതെങ്ങനെ മാറ്റും നമ്മള്? ഇത് 2 - -1, ഇത് 2 - -2, ഇത് 2 - -3, 2 - -4, 2 - -5 അല്ലെ. ഇവിടെ സീറോസ് ഉള്ളത് നോക്കണ്ട, 1നെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, 0 × 2 - -1 0 തന്നെയാണ്. 1 × 2 - -2 2 - -2 പ്ലസ് 1 × 2 - -3 2 - -3 പ്ലസ് 0 × 2 - -4 പ്ലസ് 0 അല്ലെ. പ്ലസ് 1 × 2 - -5 2 - -5. അപ്പൊ ഇത് എത്ര കിട്ടും? 1/4 പ്ലസ് 1/8 പ്ലസ് 1/32 എന്ന് കിട്ടും അല്ലെ. ഇതിന്റെ ആൻസർ എത്ര വരും? 0.40625 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ എൻറ്റയർ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 6.40625 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് എത്രയാ? 1 എന്ന് പറയുന്നത് 1.01 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് 1 തന്നെ. 01നെ എങ്ങനെ എഴുതും? ഇത് 2 - -1, ഇത് 2 - -2 അല്ലെ. അപ്പൊ ഇവിടെ 1/4 ആണ് വരിക. അതായത് 2 - -2. ഇത് 0 × 2 - -1 പ്ലസ് 1 × 2 - -2 അത് 2 - -2 ആണ്. അപ്പൊ അത് 1/4 വരും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 അല്ലെ. അപ്പൊ എന്ത് വരും? ഇവിടെ 1.25 എന്ന് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
6.4625 divided by 1.25. ഇത് എത്ര കിട്ടും? ഇത് 5.125 എന്ന് കിട്ടും. ഓക്കെ, 5 എന്താ? 5 എന്ന് പറയുന്നത് 101 ആണ് അല്ലെ? 0.125 എങ്ങനെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റും? 0.125 ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 0.25 എന്ന് കിട്ടും. ഓക്കെ, ഇനി 0.25 ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ് ടു 3 ഡെസിമൽ പ്ലേസസ് ആ കാണേണ്ടത്. ഓക്കെ, ഇനി 0.5 ഇൻറ്റു 2 എന്ന് കിട്ടും അല്ലെ? അത് 1.0. ഓക്കെ, ഇവിടെ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം അല്ലെ? അപ്പോൾ 001 അല്ലെ? ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് പൊസിഷൻ മാത്രം എടുക്കും. അപ്പോൾ ഇതിന് എന്ത് വരും? 101.001 എന്ന് വരും അല്ലെ? ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. ക്വസ്റ്റ്യൻ നമ്പർ 7. If 11x1y ബേസ് 8 ആണ് ഈക്വൽ ടു 12c9 ബേസ് 16 ആണ്, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് എഴുതും? ഇതിനെ നമ്മൾ രണ്ടിനെയും കൺവേർട്ട് ചെയ്യും അല്ലെ? കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് 0th പൊസിഷൻ, അതായത് ഇത് 8 0, ഇത് 8 1, ഇത് 8 2, ഇത് 8 3, ഇത് 8 4. ഇവിടെ ബേസ് 16 ആണ്. അപ്പോൾ ഇത് 16 16 1, 16 2, ഇത് 16 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു 8 4 പ്ലസ് 1 ഇൻറ്റു 8 3. നമുക്ക് ആ ഇൻറ്റു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ 1 ഡോട്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ എക്സ് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻ വരും. ഓക്കെ, 1 ഇൻറ്റു 8 4, 1 ഇൻറ്റു 8 3 പ്ലസ് എക്സ് ഇൻറ്റു 8 2 പ്ലസ് 1 ഇൻറ്റു 8 1 പ്ലസ് y ഇൻറ്റു 8 0 ഈക്വൽ ടു 1 ഇൻറ്റു 16 3 പ്ലസ് 1 ഇൻറ്റു 16 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 16 1 പ്ലസ് 9 ഇൻറ്റു 16 0. ഓക്കെ, അപ്പൊ ഇത് എത്ര വരും? ഇത് 4096 പ്ലസ് 512 പ്ലസ് 64x പ്ലസ് 8 പ്ലസ് y അല്ലെ? ഈക്വൽ ടു 16 ക്യൂബ് എന്ന് പറയുന്നത് 4096 പ്ലസ് 512 പ്ലസ് ഇവിടെ 1 അല്ല, ഇവിടെ സി ആണ് അല്ലെ? അപ്പൊ സി മാറിപ്പോയതാണ്. അത് 1 അല്ല, സി ആണ്. ഇവിടെ സി ആണുള്ളത്. ഓക്കെ, സി. ഓക്കെ, സി ഇൻറ്റു 16c. പ്ലസ് 9 ഇൻറ്റു 16 അല്ലെ? 16 ആണ്, അത് 1 ആണ്. ഓക്കെ, അപ്പൊ 9 തന്നെ വരും.
നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? നമുക്ക് 64x പ്ലസ് 8 പ്ലസ് y എന്ന് പറയുന്നത് എത്രയൊക്കെ 9 പ്ലസ് 192 എന്ന് വരും അല്ലേ? ഓക്കെ, ഇത് 16 into c ആണ്, ഇവിടെ 192 എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നും കൂടെ നമ്മൾ മാറ്റിയാൽ 64x പ്ലസ് y എന്ന് പറയുന്നത് എന്ത് വരും? 8 നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. അപ്പൊ 192 പ്ലസ് 9 മൈനസ് 8 എന്ന് വരും. ഓക്കെ, അപ്പൊ 192 പ്ലസ് 1 എന്ന് വരും. അത് 193 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിനും വൈനും ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കേസിൽ എക്സിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് കേസിന് സെക്കൻഡിൽ വൈക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 1ഉം കൊടുത്താൽ 64 into 5 plus 1. 64 into 5 plus 1 എന്ന് പറയുന്നത് എത്രയാ? 64 into 5 plus 1 എന്ന് പറഞ്ഞാൽ എന്തായാലും 193നേക്കാളും കൂടുതലായിരിക്കും അല്ലെ? അടുത്തത് 64 into 7 plus 5, അതും 193നേക്കാളും കൂടുതലായിരിക്കും. 64 into 5 plus 7, അതും 193നേക്കാളും കൂടുതലായിരിക്കും. 64 into 3 plus 1, 64 into 3 എന്ന് പറയുന്നത് 192 ആണ്. പ്ലസ് 1 എന്ന് പറയുന്നത് 193 ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിലുള്ള എന്തൊക്കെയാണോ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് അത് 193 കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് എക്സിന്റെയും വൈന്റെയും വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 8. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ബൈനറി ഈക്വലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 5.4375 അല്ലെ? അതിന്റെ ബൈനറി ഈക്വലന്റ് കാണണം. എങ്ങനെ കാണാം? 5ന്റെ ബൈനറി ഈക്വലന്റ് എത്രയാ? 101 ആണ് അല്ലെ? ഇനി 0.4375 എങ്ങനെയും 0.4375 into 2 എത്ര കിട്ടും? 0.8750 എന്ന് കിട്ടും. ഓക്കെ, 0.8750 into 2 അത് എത്ര കിട്ടും? അത് 1.75 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 0.75 into 2. ഓക്കെ, 0.75 into 2 എന്ന് പറയുന്നത് 1.5 എന്ന് കിട്ടും. അടുത്ത 0.5 into 2 to 1.0. 1.0 നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ 101.0111 ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇതിലേത് ആൻസർ വരിക? ഓപ്ഷൻ ബി. 9th question. Dash is the base of the numbers for which the operation 54/4 equal to 13 is correct. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം? നമുക്കിപ്പോ ബേസ് ആണ് അറിയാത്തത് അല്ലെ? അപ്പൊ 54/4 എന്ന് പറയുന്ന ഏത് ബേസിലാണോ 13 ഈക്വൽ ആവുന്നത്, അപ്പൊ രണ്ടിന്റെയും ബേസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു കമ്പാരിസൺ നടത്തണം. അപ്പൊ 54 ബേസ് ബിക്ക് ഞാൻ ബി എന്ന് കൊടുത്തു ബേസിന്. ഓക്കെ, by 4 to the base b equal to 13 of base b അല്ലെ? ഞാൻ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. ഇത് ബേസ് ബി എന്ന് എങ്ങനെ എഴുതും? ഇത് b⁻0, ഇത് b⁻1 അല്ലെ? ഇത് b⁻0 മാത്രമേ ഉള്ളൂ. ഇവിടെയും അതേപോലെ b⁻0, b⁻1. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം? 5 into b⁻1 plus 4 into b⁻0 അല്ലെ? ഡിവൈഡഡ് ബൈ 4 into b⁻0 equal to 1 into b⁻1 plus 3 into b⁻0. ഓക്കെ, ഇനി ഇതെന്ത് വരും? 5 into b⁻1 പറഞ്ഞാൽ 5b plus 4 into b⁻0. b⁻0 1 ആണ്, അപ്പൊ 4 ഡിവൈഡഡ് ബൈ 4 into b⁻0 എന്ന് പറയുന്നത് 4 ആണ്. ഈക്വൽ ടു 1 into b⁻1 എന്ന് പറഞ്ഞാൽ b പ്ലസ് 3 into b⁻0 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5b plus 4 equal to
4 into b plus 3 എന്ന് കിട്ടും അല്ലേ? അതിന് നമ്മൾ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്താൽ 5b plus 4 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? 4b plus 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 5b minus 4b equal to 12 minus 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബിയുടെ വാല്യൂ എത്രയായിട്ട് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, സോ ആൻസർ is option A. Question 10. Which system software translate the instructions in mnemonic form into the machine language equivalent? Compiler, linker, macroprocessor, assembler. Compiler എന്താ ചെയ്യുന്നത്? Compiler high level ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു അല്ലെ? ലിങ്കർ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈബ്രറീസിലേക്കോ അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്കോ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. മാക്രോ പ്രോസസർ എന്ന് പറയുന്നത് എന്താ? മാക്രോ പ്രോസസർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഗ്രാമിൽ മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാക്രോന് എന്ത് ചെയ്യും? ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യും? വിത്തൗട്ട് മാക്രോ ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് മാറ്റും. ഓക്കെ, എന്താ ഈ മാക്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു മാക്രോ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി അല്ലെ? പിന്നെ ആ പ്രോഗ്രാമിൽ എവിടേക്ക് ആ ഫംഗ്ഷൻ വരുന്നു അപ്പൊ ആ മാക്രോനെ കോൾ ചെയ്തിട്ട് അതിന്റെ അവിടെ എക്സ്പാൻഷൻ നടത്തിയാൽ മതി. ഓക്കെ, ഇപ്പൊ മാക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്ട് എ പ്രോഗ്രാം വിത്ത് മാക്രോ ടു എ പ്രോഗ്രാം വിത്തൗട്ട് മാക്രോ. അതാണ് മാക്രോ പ്രോസസർ ചെയ്യുന്നത്. നെക്സ്റ്റ് അസംബ്ലർ. അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. അസംബ്ലി ലാംഗ്വേജിലാണ് എന്തുള്ളത്? ന്യൂമോണിക്സ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Question 11. Dash permit the programmer to develop a program with size larger than the size of the main memory. Memory interleaving, cache memory, virtual memory, buffering. നമ്മൾ ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ആൻസർ വരിക? വെർച്വൽ മെമ്മറി ആണ് അല്ലെ? വെർച്വൽ മെമ്മറിയാണ് പ്രോഗ്രാമറിന് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് മെയിൻ മെമ്മറി സ്പേസ് ഉണ്ട്, അതുകൊണ്ട് അതിനേക്കാളും വലിയ പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലെ? ഡിമാൻഡ് പേജിങ് വഴിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തിയറി പോർഷൻസിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് എന്ത് വരും? സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. Portability of a software refers to the ability to operate with different software in the system, to run on different hardware platform, to adapt of changes efficiently, to offer dynamic user interface. Portability എന്ന് പറയുന്നത് എന്താ? വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിലും അത് വർക്ക് ചെയ്യും അല്ലെ? വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ടു അഡാപ്റ്റ് ദ ചേഞ്ചസ് എഫിഷ്യൻലി. അത് ഏത് പ്രോപ്പർട്ടിയാ? അത് അഡാപ്റ്റബിലിറ്റി ആണ് അല്ലെ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോർട്ടബിലിറ്റി ആണ്. അപ്പൊ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ടു റൺ ഓൺ ഡിഫറെന്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. Question 13. Dash is a preemptive scheduling algorithm. FCFS, SJF, priority, round robin. എന്താണ് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല്? പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയാം അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഏത് ഓർഡറിൽ അതിനെ റൺ ചെയ്യണം എന്നുള്ളത് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ബേസിസിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ? ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് പ്രിയംറ്റീവും ഉണ്ട്, നോൺ പ്രിയംറ്റീവും ഉണ്ട് അല്ലെ? എന്താ ഈ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ജോബ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറൊരു ജോബ് വന്നു കഴിഞ്ഞാൽ CPU അതിനും കൊടുക്കണമല്ലോ. അപ്പൊ എന്ത് വരും? ഒരു ജോബ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CPU എന്ത് ചെയ്യും? ആ പ്രോസസ്സിന് ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിന് കൊടുക്കുക. അതിനെയാണ് നമ്മൾ പ്രിയംഷൻ എന്ന് പറയുന്നത്. നോൺ പ്രിയംഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു പ്രോസസ്സിന് CPU കൊടുക്കുന്നുള്ളൂ. അതാണ് നോൺ പ്രിയംറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രിയംറ്റീവ് ആയിട്ടുള്ള അൽഗോരിതം ഉണ്ട്, നോൺ പ്രിയംറ്റീവ് ആയിട്ടുള്ള അൽഗോരിതം ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയംറ്റീവ് അൽഗോരിതത്തിൽ വരുന്ന നമ്മൾ റൗണ്ട് റോബിൻ പ്രിയംറ്റീവ് അൽഗോരിതം ആണ്. പിന്നെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ്
ഓക്കെ, റൗണ്ട് റോബിൻ പ്രിഎംറ്റീവ് ആണ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ് പ്രിഎംറ്റീവ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റീൻ്റെ തന്നെ പ്രിഎംറ്റീവും നോൺ പ്രിഎംറ്റീവും ഉണ്ട്. അപ്പൊ പ്രയോറിറ്റി നമുക്ക് ഇതിൽ പറയാം. ഇനി നോൺ പ്രിഎംറ്റീവിൽ വരുന്ന എന്താ, FCFS അല്ലെ, അതേപോലെ തന്നെ SJF, ഇതൊക്കെ നോൺ പ്രിഎംറ്റീവ് വരുന്നത്. അതേപോലെ പ്രയോറിറ്റിക്കും നോൺ പ്രിഎംറ്റീവ് വേർഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ FCFS എന്ന് പറയുന്നത് ആദ്യം ആരാണോ അറൈവ് ചെയ്യുന്നത് ആ പ്രോസസ്സിന് ചെയ്യുക, ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ CPU അടുത്ത പ്രോസസ്സിന് കൊടുക്കുന്നുള്ളൂ. പ്രിഎംറ്റീവില് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറൊരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയന്റെ ബേസിസിലാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്ന് CPU ഫോഴ്സ്ഫുള്ളി ഈ പ്രോസസ്സിന്റെ അടുത്ത് എടുത്തിട്ട് മറ്റേ പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ വരുന്ന ഇവിടെ FCFS എന്ന് പറയുന്നത് നോൺ പ്രിഎംറ്റീവ് ആണ്, SJF എന്ന് പറയുന്നത് നോൺ പ്രിഎംറ്റീവ് ആണ്, പ്രയോറിറ്റി പ്രിഎംറ്റീവും നോൺ പ്രിഎംറ്റീവും ഉണ്ട്. അപ്പൊ നമുക്ക് പ്രിഎംറ്റീവ് ആണെന്ന് മാത്രം പറയാൻ പറ്റില്ല. റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് പ്രിഎംറ്റീവ് ആണ്. റൗണ്ട് റോബിനിൽ എന്താ ചെയ്യുന്നത്, ഓരോ പ്രോസസ്സിനും ഒരു ടൈം ക്വാണ്ടത്തിലേക്ക് റൺ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് ഒരു 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 നാനോ സെക്കൻഡ് ആണെങ്കിൽ P1 വരും, P1 ഈ 2 നാനോ സെക്കൻഡിലേക്ക് റൺ ചെയ്യും, എന്നിട്ട് CPU P2ന് കൊടുക്കും, P2വും 2 നാനോ സെക്കൻഡിലേക്ക് റൺ ചെയ്യും, എന്നിട്ട് CPU അടുത്ത പ്രോസസ്സിന് കൊടുക്കും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി. Question 14. An interrupter will place program into the memory for execution, translate assembly language program to machine language program, execute a source program without generating object program, link the object modules for execution. ഏതായിരിക്കും? ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓപ്ഷൻ എ എന്ന് പറയുന്ന ആരാ ചെയ്യുക, എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെമ്മറിയിൽ പ്രോഗ്രാമിനെ പ്ലേസ് ചെയ്യുന്ന ലോഡർ ആണ് അല്ലെ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന ആരാ, അസംബ്ലർ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, എക്സിക്യൂട്ട് എ സോഴ്സ് പ്രോഗ്രാം വിത്തൗട്ട് ജനറേറ്റിംഗ് ഒബ്ജക്ട് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അത് ഇന്റർപ്റ്ററിനെ ഉദ്ദേശിച്ചാണത്. ലിങ്ക് ദ ഒബ്ജക്ട് മൊഡ്യൂൾ ഫോർ എക്സിക്യൂഷൻ, അത് ലിങ്കറിന്റെ ജോലിയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സാമ്പിൾ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം? നമ്മൾ ഓൾറെഡി ഡിവൈഡ് ആൻഡ് കോൺകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം? ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം എന്താ, ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫറെന്റ് സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓരോ സബ് പ്രോബ്ലവും റിക്കേഴ്സീവ്ലി സോൾവ് ചെയ്യുന്നു, എന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു അല്ലെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഡിവൈഡ് ആൻഡ് കോൺകറിൽ വരുന്നതെന്നുള്ള. ബൈനറി സെർച്ച്, മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ഇതൊക്കെ നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏത് വരും, ആൻസർ ഓപ്ഷൻ എ അല്ലെ. ഇവിടെ മെർജ് സോർട്ട് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. In which addressing mode the effective address of the operand is calculated by adding a constant value to the content of register? Okay, രജിസ്റ്ററിന്റെ കണ്ടന്റ് കൂടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അബ്സല്യൂട്ട് മോഡ്, ഇമീഡിയറ്റ് മോഡ്, ഇൻഡെക്സ് മോഡ്, ഇൻഡയറക്റ്റ് മോഡ്. ഏതിലാണ് നമ്മൾ ഡയറക്റ്റ് ആ കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യുന്ന? ഏതിലാ? നമുക്ക് ഇൻഡെക്സ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്ത് രജിസ്റ്റർ കണ്ടന്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് അബ്സല്യൂട്ട് മോഡാണ് അല്ലെ. അബ്സല്യൂട്ട് മോഡിനെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മോഡിൽ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് മോഡില് ഇൻസ്ട്രക്ഷനിൽ എന്താ കൊടുക്കുന്നത്, ഓപ്പറന്റിന്റെ ലൊക്കേഷൻ അഡ്രസ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഓപ്പറന്റ് മെമ്മറിയിൽ എവിടെയാണോ ഉള്ളത് ആ മെമ്മറി അഡ്രസ് ആണ് നമ്മൾ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് കൊടുക്കുന്നത്. ഓപ്പറന്റ് 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യും, ആ അഡ്രസ് ആണ് നമ്മൾ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാ ഇങ്ങനെ മൂവ് AL, 1000. ഓക്കെ, ദിസ് 1000 will contain the data. നെക്സ്റ്റ് ഇമീഡിയറ്റ് മോഡ്. ഇമീഡിയറ്റ് മോഡിൽ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് ഡാറ്റ തന്നെ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതാ ഇങ്ങനെ മൂവ് AL, 35H. ഇവിടെ കണ്ടില്ലേ, ഡയറക്റ്റ് ഡാറ്റ തന്നെ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് കൊടുത്തു. ഇൻഡയറക്റ്റ് മോഡിൽ എന്താ ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് മോഡില് നമ്മുടെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് ലൊക്കേഷനിൽ ഉണ്ടാവും അല്ലെ, ഒരു മെമ്മറി ലൊക്കേഷനിൽ ഉണ്ടാവും.
ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് വേറൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സാണ് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മൂവ് AL, 1000 എന്ന് പറഞ്ഞാല് 1000ൽ എന്തുണ്ടാവും? ഒരു മെമ്മറി അഡ്രസ് ഉണ്ടാവും 2000. ഈ 2000ലാണ് നമ്മൾ ആക്ച്വൽ ഡാറ്റ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് മോഡ് വർക്ക് ചെയ്യുന്നത്. ഇൻഡെക്സ് മോഡിൽ എന്താ ചെയ്യുക? ഇൻഡെക്സ് മോഡിൽ കണ്ടന്റ് ഓഫ് ദ രജിസ്റ്ററിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ SI പ്ലസ് ഞാനൊരു കോൺസ്റ്റന്റ് വാല്യൂ 05 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ കണ്ടന്റ് ഓഫ് ദി ഇൻഡസ്ട്രി രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിലെ കണ്ടന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ AL എന്ന് പറയുന്ന ഇതിലേക്ക് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഇവിടെ ചോദിച്ചിരിക്കുന്ന effective address of the operand is calculated by adding constant value to the content of register. ഓക്കെ, ഇവിടെ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ 05 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ SI എന്ന് പറഞ്ഞ രജിസ്റ്ററിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് അഡ്രസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, so option C. Question number 17. The time complexity of linear search algorithm. എന്താ ലീനിയർ സെർച്ച്? ഒരു അറേ ഓഫ് എലമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എലമെന്റിനെ അതിനകത്ത് ഏതെങ്കിലും നമ്മൾ കൊടുക്കുന്ന എലമെന്റ് ആ അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഞാനിപ്പോ അറേ ഓഫ് എലമെന്റ്സ് കൊടുത്തു. എനിക്കിപ്പോ കണ്ടുപിടിക്കാനുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആണ്. എനിക്കിപ്പോ ഞാൻ 7 ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ അറേയില്. ഈ 7 ഇവിടെ അറേയിൽ ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ എൻറ്റയർ അറേ നമ്മൾ സെർച്ച് ചെയ്താലേ ഈ 7നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് മാക്സിമം എത്ര ടൈം എടുക്കും? ഓർഡർ ഓഫ് n ടൈം എടുക്കും. ഇപ്പൊ ഇവിടെ ഓർഡർ ഓഫ് n² എന്ന് പറയുന്നത് അത് സെലക്ഷൻ സോർട്ടിന്റെ കോംപ്ലക്സിറ്റി ആവാം, അതല്ലെങ്കിൽ ഈ ഇൻസേർഷൻ ആൻഡ് ബബിൾ സോർട്ടിന്റെ ആവറേജ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആവാം, അതല്ലെങ്കിൽ ക്വിക്ക് സോർട്ടിന്റെ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആവാം. അതൊക്കെ ഓർഡർ ഓഫ് n² ആണ്. ഇനി ഓർഡർ ഓഫ് n log എന്ന് പറഞ്ഞാൽ ഹീപ്പ് സോർട്ടിന്റെയും മെർജ് സോർട്ടിന്റെയും കോംപ്ലക്സിറ്റി ആണ്. ഓർഡർ ഓഫ് log n എന്ന് പറയുന്നത് ബൈനറി സെർച്ചിന്റെ കോംപ്ലക്സിറ്റി ആണ്. ഓക്കെ, ബൈനറി സെർച്ചിൽ നമ്മൾ എൻറ്റയർ അറേനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ. മിഡ് പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഓർഡർ ഓഫ് log n കോംപ്ലക്സിറ്റി ആണിത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സിറ്റി ആണ്, അത് ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ D. Question 18. The way a card game player arranges his card as he picks them up one by one is an example of. Okay, bubble sort, insertion sort, selection sort, merge sort. നമുക്കറിയാം ഏത് സോർട്ടിലാ ഇങ്ങനെ 1 by 1 എലമെന്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ട് അറേ ബിൽഡ് ചെയ്യുന്ന? ഇൻസേർഷൻ സോർട്ടിലാണ് അല്ലെ. നമുക്ക് ഫൈനൽ സോർട്ടഡ് അറേ ബിൽഡ് ചെയ്യുന്നത് എലമെന്റ്സിനെ 1 by 1 ആയിട്ട് പിക്ക് ചെയ്തിട്ടാണ്. അത് തന്നെയല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഗെയിം പ്ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാർഡ്സിനെ അറേഞ്ച് ചെയ്യുന്നത് ഓരോ 1 by 1 ആയിട്ട് പിക്ക് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് കാർഡ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോർട്ടഡ് കാർഡും അൺസോർട്ടഡ് കാർഡിന്റെ ഒരു ഗ്രൂപ്പും. അൺസോർട്ടഡ് കാർഡിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു കാർഡ് പ്ലേസ് ചെയ്യും, എന്നിട്ട് സോർട്ടഡ് കാർഡിന്റെ ഗ്രൂപ്പിലേക്ക് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യും. അത് തന്നെയാണ് ഇൻസേർഷൻ സോർട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, ഓരോ എലമെന്റ്സ് ആയിട്ട് അൺസോർട്ടഡ് അറേന്ന് എടുത്തിട്ട് സോർട്ടഡ് എലമെന്റിന്റെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യും. ആ സോർട്ടഡ് അറേയിൽ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാ? ഇൻസേർഷൻ സോർട്ടാണ്. ബബിൾ സോർട്ടിൽ എന്താ ചെയ്യുന്നത്? അഡ്ജസ്റ്റന്റ് എലമെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. സെലക്ഷൻ സോർട്ടിലോ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ്, ലിസ്റ്റിലുള്ള സ്മോളസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കും, എന്നിട്ട് അൺസോർട്ടഡ് പോർഷനിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടാണ് സ്വാപ്പ് ചെയ്യുന്നത്. മെർജ് സോർട്ടിൽ എൻറ്റയർ അറേനെ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ആ ഡിവൈഡ് ചെയ്ത ഓരോ സബ് പാർട്ടിനെയും നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഇൻഡിവിജ്വൽ എലമെന്റ് ആവുന്നവരെ എന്ത് ചെയ്യും? ഓരോ ഇതിനെ ഡിവൈഡ് ചെയ്ത് വരും. പിന്നെ എല്ലാ അറയിലും ഓരോ സിംഗിൾ എലമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കമ്പൈൻ ചെയ്യും. ആ കമ്പൈൻ ചെയ്യുന്ന ഓരോ സബ് അറേ എന്ന് പറയുന്നത് സോർട്ടഡിലായിരിക്കും. അപ്പൊ ഈ എല്ലാ സോർട്ടഡ് സബ് അറേയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ സോർട്ടഡ് അറേ ആക്കിയിട്ടാണ് മെർജ് സോർട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓരോന്നായിട്ട് പിക്ക് ചെയ്തിട്ട് സോർട്ടഡ് ലിസ്റ്റിൽ പ്ലേസ് ചെയ്യുന്ന ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കും? ഇൻസേർഷൻ സോർട്ട് ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ B. Question 19. Memory protection of a computer is normally done by processor, compiler, user, operating system. ആരായിരിക്കും? നമുക്കറിയാം മെമ്മറി പ്രൊട്ടക്ഷൻ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സോ ആൻസർ ഇസ് ഓപ്ഷൻ A.
ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2019 IEO എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.